അതെ. ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്, അതായത് ഒരു സബ്സ്ക്രൈബർ കുട്ടി ഇങ്ങനെ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹോമോഫോൺസിന്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇതിനു മുമ്പും ഇങ്ങനെ സംശയം ചോദിച്ചിട്ട് ഞാൻ ആ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ വേറൊരു കുട്ടിയാണ് ചോദിച്ചത്. സോ അപ്പൊ അവർക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെന്നാണ് പറയുന്നത്. സോ അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നോക്കാം. നേരത്തെ ചെയ്ത ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അതിന്റെ ഏതൊക്കെ വേർഡ്സ് ആണെന്നാണ് ഞാൻ അതിൽ മെൻഷൻ ചെയ്തത്. ഇനി ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഹോമോഫോൺസ് എന്താണ്, അതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ള ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സോ അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഹോമോഫോൺസ് എന്ന് വെച്ചാൽ ഈച്ച് ഓഫ് ടു ഓർ മോർ വേർഡ്സ് ഹാവിംഗ് ദി സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെന്റ് സ്പെല്ലിംഗ് ഒറിജിൻ ഓർ സ്പെല്ലിംഗ് എന്ന് വെച്ചാൽ രണ്ട് ഹോമോഫോൺസിന്റെ വേറെ രണ്ടോ മൂന്നോ ഒക്കെ കാണും. പക്ഷെ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപോലെയാണ് പ്രൊനൗൺസ് വരുന്നത്. പക്ഷെ അതിന്റെ മീനിങ്ങും അതുപോലെ തന്നെ അതിന്റെ സ്പെല്ലിങ്ങും വന്നിട്ട് ഡിഫറെന്റ് ആണ്. അങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ അപ്പൊ അതാണ് ഹോമോഫോൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ദേർ എന്ന് പറഞ്ഞാൽ THEIR ഉണ്ട്, THERE ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് കൺഫ്യൂഷൻ വരുന്ന വേർഡ്സ് ആണ്. മിക്കവർക്കും ഈ വേർഡ്സ് ഇങ്ങനെ എഴുതുമ്പോൾ THEIR ആണ് എഴുതേണ്ടത്, THERE ആണ് എഴുതേണ്ടത്. പലർക്കും പല കൺഫ്യൂഷൻസും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സംശയം ചോദിച്ചപ്പോൾ തന്നെ ഇത് ഇടാനായിട്ടുള്ള കാരണം. ഓക്കെ, സോ ആ സംശയം വേണ്ട. അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ THEIRും THEREയുടെ മീനിങ് മനസ്സിലാക്കി വെക്കുക. ഏത് വേർഡിനായാലും, കാരണം അതിന്റെ മീനിങ് വേറെയാണ്. അപ്പൊ നിങ്ങൾക്ക് സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഏത് മീനിങ് അനുസരിച്ചിട്ട് വരുന്ന വേർഡാണ് നിങ്ങൾ അവിടെ ഇടേണ്ടത്. ഓക്കെ, ഇപ്പൊ THEIR ആണെങ്കിൽ ദേർ അവിടെ ഉണ്ട് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഇപ്പൊ THERE ദേർ, അങ്ങനെ രണ്ട് രീതിയിലുള്ള മീനിങ് വരുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ട് മീനിങ് വരുന്നതിന്റെ മനസ്സിലാക്കി വെക്കുക. സോ അതുപോലെ തന്നെ ഞാൻ അത് അങ്ങനെ ഒരു സെന്റൻസിൽ അതിന്റെ ഇടയിൽ ഇട്ടാൽ മതി. ഓക്കെ, ഷീസ് ദേർ, അവൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഷീസ് ദേർ, THERE അപ്പൊ വരുന്നത് ഷീസ് ദേർ എന്ന് വെച്ചാൽ അവൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ അവിടെ പോയിട്ട് THEIR നമുക്ക് ഇടാൻ പറ്റത്തില്ല, THERE ആണ് ഇടാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് വരുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. നമുക്ക് അറിയാതെ തന്നെ മിസ്റ്റേക്സ് ഒരുപാട് വരുന്ന ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് മനസ്സിലാക്കി വെക്കണം എങ്ങനെയാന്ന്. സോ നിങ്ങൾ ഏതൊക്കെ വേർഡ്സ് വന്നാലും നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം എന്തോ സംഭവം, എന്നാലും നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈച്ച് ഓഫ് സെറ്റ് ഓഫ് സിമ്പിൾസ് ഡിനോട്ടിംഗ് ദ സെയിം സൗണ്ട് ഓഫ് വേർഡ്സ്. ഇപ്പൊ സൗണ്ട് വരെ ഒരുപോലെയാണ്, അപ്പൊ അതിന്റെ വേർഡ്സ് വന്നിട്ട് കുറച്ച് ഡിഫറെന്റ് ആണ്. അതാണ് നമ്മൾ ഹോമോഫോൺസ്. നേരത്തെ വീഡിയോ ഞാൻ കുറെ അതിന്റെ ഏതൊക്കെ ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് അതിന്റെ മീനിങ്ങും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം, നിങ്ങൾക്ക് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അതിൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോമോഫോൺസ് എന്ന് വെച്ചാൽ വേറെ ഇപ്പൊ പല വേർഡ്സും ഉണ്ട്. ഇപ്പൊ ബട്ട്, BUT ബട്ട്, എന്തോ വേറെയും ഒത്തിരി വേർഡ്സ് ഉണ്ട്. സോ അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ മൂന്ന് വേർഡ്സ് ഒക്കെ വരുന്നുണ്ട് സിമിലർ ആയിട്ട് വരുന്നത്. ഇപ്പൊ സി എന്ന് പറഞ്ഞാൽ SW വരുന്നുണ്ട്, SESE. SW എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു എന്നുള്ള അർത്ഥം വരുന്നത്. SESE എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലിനെ നമ്മൾ സി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള സി വരുന്നുണ്ട്. അപ്പൊ നമുക്കത് യൂഷ്വലി നമുക്കത് കൺഫ്യൂഷൻസ് ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ഓരോ വേർഡ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാ എന്തുവാന്ന്. എന്നിട്ട് നിങ്ങൾ അത് അതുപോലെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ ഒരു രീതി വെച്ച് നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. സോ അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ക്ലാസ്. ഓക്കെ, ഇത് ചെറിയൊരു ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ അകത്തുള്ള ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പ്രൊനൗൺസിയേഷനും മാത്രമാണ് സിമിലർ ആയിട്ട് വരുന്നത്. സോ അതിന്റെ മീനിങ്ങും അതിന്റെ സ്പെല്ലിങ്ങും ഡിഫറെന്റ് ആണ് വരുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക എപ്പോഴും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്യരുത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. സിമിലർ വേർഡ്സ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ മീനിങ് എന്തുവാ വരുന്നത്, എന്താ അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ ഞാൻ ഇടുന്നതായിരിക്കും, തീർച്ചയായിട്ടും ഇടും. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് കമന്റ് ചെയ്യാം. അതും ഞാൻ ലിങ്ക് അതിനും ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്
ഉള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഞാൻ നമ്പർ ഒന്ന് വിളിച്ചാൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷിന്റെ കോഴ്സ് ഒക്കെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് നല്ലപോലെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ എന്തായാലും അത് വിളിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, സോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.